ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി അമൃതപ്പൊടി വെച്ച് ചെയ്തെടുത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തേനൂറും രുചിയോട് കൂടിയിട്ടുള്ള അടിപൊളി ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സ്നാക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് അമൃതപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 250 ഗ്രാം അളവിലുള്ള കപ്പിലാണ് 1 കപ്പ് അമൃതപ്പൊടി എടുത്തത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി ഞാനിതിലേക്ക് 1/2 കപ്പ് അളവിൽ പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 കപ്പ് അമൃതപ്പൊടിക്കാണ് ഞാനിപ്പോൾ ഇത്രയും പാൽപ്പൊടി എടുത്തിട്ടുള്ളത്. എത്രയാണോ അമൃതപ്പൊടി എടുക്കുന്നത് അതിനനുസരിച്ച് പാൽപ്പൊടിയും കൂട്ടിയെടുക്കണം. അടുത്തതായി ഇതിലേക്ക് ചെറിയൊരു മധുരത്തിന് വേണ്ടി 1 സ്പൂൺ അളവിൽ പഞ്ചസാര പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ പഞ്ചസാര ഏലക്ക ചേർത്ത് പൊടിച്ചെടുത്തതാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് ഏലക്ക ഇനി ഇട്ട് കൊടുക്കുന്നില്ല. അമൃതപ്പൊടിയിൽ കുറച്ച് മധുരം ഉള്ളതുകൊണ്ട് ഇതിലേക്ക് ഇപ്പോൾ 1 സ്പൂൺ അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് യോജിപ്പിച്ചെടുക്കാനായിട്ട് ഇളം ചൂടുള്ള 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പകുതിയെ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇതൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ബാക്കി കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല. പകരം 1 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്, കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ദാ ഇതേപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുഴച്ചെടുത്താൽ മാത്രമേ ഈ ഒരു സ്നാക്കും നല്ലപോലെ കിട്ടുള്ളൂ. ഇനി ഇതുപോലൊരു ബോർഡ് എടുത്തിട്ട് ഇതിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുഴച്ചെടുത്ത മാവ് ഇതിലൊന്ന് വെച്ചിട്ട് പരത്തിയെടുക്കണം. മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തത്. മാവിന് ഇതേപോലെ ഈ ഒരു കട്ടിയിൽ വലിപ്പത്തിൽ പരത്തിയെടുക്കുന്നുണ്ട്. ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ദാ ഈ ഒരു വലിപ്പത്തിലും അളവിലുമാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമുക്ക് എല്ലാ മാവും കറക്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതേപോലെ തന്നെ ഞാനിപ്പോൾ എല്ലാ മാവും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. അടുത്തതായി സ്റ്റവിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതേ കപ്പ് അളവിൽ തന്നെ 2 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്കിന് വേണ്ടിയിട്ട് ഷുഗർ സിറപ്പാണ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തുകൊണ്ട് മാറ്റി വയ്ക്കാം. അടുത്തതായി ഞാനിവിടെ സ്റ്റവിൽ ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നല്ലോണം ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനിതിലേക്ക് എല്ലാം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഭാഗം ഒന്ന് വെന്ത് വരട്ടെ. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ച് ഇത് വേവിച്ചെടുക്കരുത്, അങ്ങനെയാണെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം വെന്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എണ്ണയിലേക്ക് ഈ ഒരു സ്നാക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റണം. എന്നിട്ട് ആ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ കിടന്നുകൊണ്ട് ഇത് വെന്ത് കിട്ടണം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പുറമേ തന്നെ വേഗം കരിഞ്ഞു പോവുകയും ചെയ്യും, ഉള്ളു വേവുകയില്ല. ഇപ്പോൾ ഞാനിതിൻ്റെ ഒരു സൈഡെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു ഭാഗവും കൂടെ വെന്ത് വരട്ടെ. ഇപ്പോൾ ഈ ഒരു സ്നാക്കിൻ്റെ 2 സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റിയ ഉടനെ തന്നെ ചൂടോടെ നമുക്ക് ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നാലേ അതിനകത്തൊക്കെ നന്നായിട്ട് ഷുഗർ സിറപ്പ് പിടിക്കുകയുള്ളൂ, നല്ല സോഫ്റ്റും നല്ല സ്മൂത്തും ആയിട്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ഞാനിതെല്ലാം കോരി മാറ്റിയതിന് ശേഷം നേരെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് നേരം ഇട്ട് വെച്ചിരിക്കാം. നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഷുഗർ സിറപ്പ് തണുത്തു പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് ചൂടാക്കിയിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാൻ. പിന്നീട് ഷുഗർ സിറപ്പ് തിളപ്പിക്കരുത്, ഒന്ന് ചെറുതായിട്ട് ചൂടാക്കാനേ പാടുള്ളൂ. എന്നിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം ഇതെല്ലാം എടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി അമൃതപ്പൊടിയുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ടും ബാക്കി വരുന്ന അമൃതപ്പൊടി ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ നമുക്ക് വലിയവർക്കും കഴിക്കാം. അതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുമ്പോൾ കുട്ടികളും എന്തായാലും വെറുതെ വിടില്ല, അവരും തീർച്ചയായിട്ടും കഴിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.